തളർന്നു പോകാനും തോറ്റുപോകാനും ഒരുപാട് കാരണങ്ങളുണ്ടാകാം. പക്ഷെ ജീവിതത്തിൽ വിജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ: ജയിക്കണമെന്ന ഉറച്ച തീരുമാനം. അത്തരത്തിലെ ഉറച്ച തീരുമാനം കൊണ്ട് ജീവിതത്തിൽ വിജയം കൈവരിച്ച ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണിമുകുന്ദന്റെ കഥയാണിത്. 1987 സെപ്റ്റംബർ 22-ന് മുകുന്ദൻ നായരുടെയും റോജി മുകുന്ദന്റെയും മകനായി തൃശ്ശൂരിലെ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലാണ് നമ്മുടെ കഥാനായകന്റെ ജനനം. അച്ഛൻ ജോലി ചെയ്തിരുന്നത് ഗുജറാത്തിലായിരുന്നതുകൊണ്ട് പഠിച്ചു വളർന്ന ഗുജറാത്തിലെ അഹമ്മദാബാദിലായിരുന്നു. ഉണ്ണി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിനിമാ നടൻ ആകണമെന്ന ആഗ്രഹം മനസ്സിൽ കയറിക്കൂടുന്നത്. അതിന് കാരണമായതോ ഒറ്റ സിനിമ കൊണ്ട് ഇന്ത്യ ഫുൾ സെൻസേഷനായ ഹൃതിക് റോഷനും. ഉണ്ണി പഠിച്ച സ്കൂളിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു അനുപം തിയേറ്റർ സ്ഥിതി ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ പോകുന്ന വഴിക്ക് അനുപം തിയേറ്ററിന് മുമ്പിൽ എന്നുമില്ലാത്തൊരു തിരക്കും ബഹളവും ഉണ്ണിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. കാര്യം തിരക്കിയപ്പോഴാണ് ഉണ്ണിക്ക് മനസ്സിലായത് ഹൃതിക് റോഷൻ നായകനായ കഹോന പ്യാർ ഹേ എന്ന ചിത്രം കാണാനായി തടിച്ചുകൂടിയ ജനങ്ങളുടെ തിരക്കായിരുന്നു അത്. പിന്നീട് സ്കൂളിലും വീട്ടുപരിസരത്തും ഈ ചിത്രവും അതിലെ നായകൻ ഹൃതിക് റോഷനുമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ സിനിമ കൊണ്ട് ഒരാളുടെ ജീവിതം മാറി മറിയുന്നത് ഉണ്ണിയിലെ കുട്ടിക്ക് വളരെ അത്ഭുതമായിരുന്നു. ഇത് ഉണ്ണിയിൽ സിനിമ എന്ന സ്വപ്നത്തിന്റെ ചിറക് മുളപ്പിച്ചു. പക്ഷേ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലെ കുട്ടിക്ക് സിനിമ എന്നത് കയ്യെത്തി പിടിക്കാവുന്നതിനും ഉയരത്തിലാണെന്ന സത്യം മനസ്സിലാക്കി തന്റെ സിനിമാ മോഹങ്ങളെ മനസ്സിൽ തന്നെ ഒതുക്കേണ്ടി വന്നു. ഇതിനിടയിൽ വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ നമ്മുടെ കഥാനായകൻ ഒരു ജോലിക്കാരനാണ്. +2 പഠനത്തിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്തെങ്കിലും അവിടെ ഒരു പ്രൊഫസറുമായി ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് തന്റെ കലാലയ ജീവിതത്തിന് കാട്ടനിട്ട് ഒരു കോൾ സെന്ററിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു. കാലക്രമേണ കോൾ സെന്റർ ജീവിതം ശരിക്കും വിരസമാകാൻ തുടങ്ങി. അപ്പോഴാണ് പണ്ട് മനസ്സിൽ മുളച്ച സിനിമാ മോഹങ്ങൾ വീണ്ടും ചിറകടിച്ചു വരാൻ തുടങ്ങിയത്. സമയം തെല്ലു പാഴാക്കാതെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു. അച്ഛനും അമ്മയും മകന്റെ ആഗ്രഹത്തിന് സമ്മതം മൂളി. പക്ഷേ യാതൊരുവിധ സിനിമാ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഉണ്ണിക്ക് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് ഒരു ബന്ധുവിലൂടെ ആക്ടർ TG രവിയിൽ നിന്നും ഡയറക്ടർ ലോഹിതദാസ് സാറിന്റെ അഡ്രസ്സുമായി അച്ഛൻ വരുന്നത്. അച്ഛൻ ഉണ്ണിയോട് പറഞ്ഞു, എടാ നീ ഒരു കത്തങ്ങോട്ട് എഴുത്. കത്തോ? ഈ കാലത്ത് ആരെങ്കിലും കത്ത് വായിക്കുമോ അച്ഛാ? അതൊന്നും നീ നോക്കണ്ട, നമുക്കൊരു രജിസ്റ്റേഡ് തന്നെ അയക്കാം. അതാകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കിട്ടുമല്ലോ. ആ ശുഭപ്രതീക്ഷയിൽ ഉണ്ണി തന്റെ മനസ്സ് തുറന്ന് ഒരു കത്തങ്ങോട്ട് കാച്ചി. അങ്ങനെ ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞു വന്ന് റെസ്റ്റ് എടുക്കുക എന്ന ഉണ്ണിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ഹലോ, ഉണ്ണിയല്ലേ? ഞാൻ ലോഹിതദാസാണ്. കത്ത് കിട്ടി, നല്ല കൈയക്ഷരം. ഞാനൊരു 30 ദിവസം കഴിഞ്ഞ് വിളിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുന്നു. സത്യത്തിൽ ഉണ്ണിക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നീട് വിളിച്ചത് ലോഹിതദാസ് സാർ തന്നെയാണ് എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ 30 ദിവസം കാത്തിരിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ 30 ദിവസം കൃത്യം കോള് വരുന്നു. സമയം ഒട്ടും പാഴാക്കാതെ ഉണ്ണി നാട്ടിലേക്ക് വണ്ടി കയറി. അദ്ദേഹത്തിന് ഉണ്ണിയെ നല്ലപോലെ ബോധിച്ചു. ശേഷം ഉണ്ണി കുറച്ചുനാൾ ശിഷ്യനായി ലോഹിതദാസ് എന്ന മഹാപ്രതിഭയെ സേവിച്ചു. അദ്ദേഹത്തിന്റെ അടുത്തവിടത്തിൽ ഉണ്ണിക്ക് നല്ലൊരു വേഷം തന്നെ നൽകാം എന്ന് വാക്കും നൽകി. പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. പക്ഷേ ഉണ്ണിയുടെ സന്തോഷത്തിന്റെ നാളുകൾക്ക് അധികം നാൾ ആയുസിലായിരുന്നു. തന്റെ സിനിമാ സ്വപ്നങ്ങൾക്ക് പുതുജീവൻ നൽകിയ ലോഹി സർ പറഞ്ഞു തീരാത്ത കഥകളും ബാക്കിയാക്കി യാത്രയായിരിക്കുന്നു. വളരെ ഇമോഷണൽ ആയ ഉണ്ണിക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഗുരുതുല്യനായ ലോഹി സാറിന് അപ്രതീക്ഷിതമായ വിയോഗവും തന്റെ കരിയറിന് എന്താകും എന്ന ചിന്തകളും ഉണ്ണിയുടെ മനസ്സിനെ കാർന്നു തിന്നാൻ തുടങ്ങി. കുറച്ചു നാൾക്ക് ശേഷം ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഗുഡ് നൈറ്റ് മോഹൻ എന്ന പ്രശസ്ത പ്രൊഡ്യൂസർ റെക്കോർഡ് ഉണ്ണിയെ തേടി എത്തിയിരിക്കുന്നു. മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ നന്ദനം സിനിമയുടെ തമിഴ് പകർപ്പിൽ പൃഥ്വിരാജ് ചെയ്ത വേഷം ചെയ്യാനാണ് ഉണ്ണിയെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലോഹി സർ തന്റെ അടുത്ത സുഹൃത്തായ ഗുഡ് നൈറ്റ് മോഹനോട് ഉണ്ണിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉണ്ണിക്ക് ഈ സിനിമയിലേക്ക് വഴി തുറക്കുന്നത്. അതുമാത്രമല്ല, ഗുഡ് നൈറ്റ് മോഹനിലൂടെ ഉണ്ണിക്ക് കൊടുത്ത വാക്ക് പാലിക്കുക കൂടിയായിരുന്നു. 2011 റിലീസായ ബോംബെ മാർച്ച് എന്ന ചിത്രത്തിലൂടെ ഉണ്ണി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. അതും സാക്ഷാൽ മമ്മൂക്കയോടൊപ്പം. ഒരു തുടക്കക്കാരന്റെ എല്ലാവിധ ടെൻഷനും ഉണ്ടായിരുന്ന ഉണ്ണിക്ക് താൻ ഇത്രയും വലിയ നടനാണെന്ന അഹംഭാവം തെല്ലുമില്ലാതെ മമ്മൂക്ക ഒരു അധ്യാപകനെ പോലെ സിനിമ എന്താണെന്നും അഭിനയകല എന്താണെന്നും ഉണ്ണിക്ക് പകർന്നു നൽകി. പിന്നീട് അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളിലും ഉണ്ണിക്ക് വേണ്ടി ഒരു വേഷം കരുതി വെച്ചിരുന്നു. അതിനുശേഷം ബാങ്കോക്ക് സമ്മർ, തത്സമയ ഒരു പെൺകുട്ടി എന്നീ സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും കരിയറിൽ ഒരു ബ്രേക്ക് ലഭിക്കുന്നത് വൈശാഖിന്റെ സംവിധാനത്തിൽ 2012 റിലീസായ മല്ലു സിംഗിലൂടെയാണ്. അതിലെ കേന്ദ്ര കഥാപാത്രമായ മല്ലു സിംഗായി ഉണ്ണിമുകുന്ദൻ നിറഞ്ഞാടിയപ്പോൾ ആ ചിത്രം മികച്ച വിജയം കൈവരിക്കുകയും ഉണ്ണിമുകുന്ദൻ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഈ സിനിമ പിന്നീട് നിരവധി നായക കഥാപാത്രങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. അതിനിടയിൽ സിനിമാ കരിയറിലെ ജയപരാജയങ്ങൾ മറ്റേ നടനെ പോലെയും ഉണ്ണിമുകുന്ദന്റെ ചിത്രങ്ങൾക്കും ഉണ്ടായിരുന്നു. തുടരെ പരാജയ ചിത്രങ്ങൾ ഉണ്ടായപ്പോൾ ഇത് തന്നെയാണോ എനിക്ക് അനുയോജ്യമായ പ്രൊഫഷൻ എന്ന ആശയക്കുഴപ്പം നമ്മൾ എല്ലാവരെയും പോലെ ഉണ്ണിമുകുന്ദനും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തരം ചിന്തകൾക്ക് കീഴടങ്ങാതെ താൻ സിനിമയിൽ ഉയരങ്ങൾ കീഴടക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഉണ്ണി മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് ലാൽ ജോസ് സംവിധാനം ചെയ്ത വിക്രമാദിത്യൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം ഉണ്ണിയെ തേടി എത്തുന്നത്. അതിൽ ദുൽഖറിനോടൊപ്പമുള്ള നായക തുല്യ കഥാപാത്രമായ മസിലടിയനായി ഉണ്ണി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2016 ഉണ്ണിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ വർഷം കൂടിയായിരുന്നു. ലാലേട്ടനോടൊപ്പം അഭിനയിക്കണം എന്ന തന്റെ ഏറെ നാളത്തെ ആഗ്രഹം പൂവണിഞ്ഞിരിക്കുന്നു. അതും തെലുങ്കിലെ തന്റെ അരങ്ങേറ്റ ചിത്രമായ ജനതാ ഗാരേജിലൂടെ.
അതിലെ വില്ലൻ കഥാപാത്രം അവിടെ വലിയ ജനസ്വീകാര്യത നേടി. പിന്നീട് ഒരു മുറ വന്ന് പാത്തായ അച്ചായൻസ്, മാസ്റ്റർ പീസ്, ബാഗുമതി എന്നീ ചിത്രങ്ങളിൽ ഉണ്ണി അഭിനയിച്ചു. 2018 ഹനീഫ് അദേനിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മിഖായൽ എന്ന ചിത്രത്തിൽ വില്ലനായി ഉണ്ണി അഭിനയിക്കുകയുണ്ട്. പക്ഷേ ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നായകനേക്കാൾ കൂടുതൽ ജനമനസ്സിൽ ഇടം നേടിയത് അതിലെ വില്ലൻ കഥാപാത്രമായ മാർക്കോ ജൂനിയർ ആയിരുന്നു. അതുമാത്രമല്ല പിന്നീട് വില്ലൻ കഥാപാത്രത്തിന് വേണ്ടി മാത്രം ഒരു സ്പിൻ ഓഫ് ചിത്രം കൂടി നിർമ്മിക്കുകയുണ്ടായി. 2022 ഉണ്ണിയുടെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു വർഷം കൂടിയായിരുന്നു. സുഖദുഃഖങ്ങൾ മാറി മറിഞ്ഞു വന്ന വർഷം. ഉണ്ണി മൂന്നൻ സ്വന്തമായി നിർമ്മിച്ച് വിഷ്ണു കെ മോഹന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഡ്രാമ ത്രില്ലർ ചിത്രമായിരുന്നു മേപ്പടിയാൻ. മേപ്പടിയാനിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചു, രാഷ്ട്രീയം ഒളിച്ചു കിടത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് അനാവശ്യമായ ഡീഗ്രേഡിംഗ് ഏറ്റുവാങ്ങേണ്ട അവസ്ഥയാണ് പിന്നീട് ആ ചിത്രത്തിനുണ്ടായത്. അതിനെ തുടർന്ന് ഉണ്ണിയുടെ ചില നിലപാടുകൾ കൂടി ആയപ്പോൾ ഉണ്ണി മുകുന്ദന് പുതിയൊരു പേരും കൂടെ അവർ ചാർത്തി നൽകി, സമാജം സ്റ്റാർ. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ മാളികപ്പുറം വിവാദങ്ങളുടെ മറ്റൊരു വെടിക്കെട്ടിന് തിരികൊളുത്തുകയായിരുന്നു. ഭക്തി വിറ്റ് പൈസ ഉണ്ടാക്കുന്നു, ഭക്തിയുടെ മറവിൽ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെ ആരോപിച്ച് അരിമേടിക്കാനായി ഒരു പ്രമുഖ യൂട്യൂബർ വീഡിയോ ചെയ്യുന്നു. ഇതിനെ തുടർന്ന് ഇവർ തമ്മിലെ ഫോൺ സംഭാഷണം കൂടെ പുറത്തു വന്നതോടുകൂടെ മാളികപ്പുറം സിനിമയും ഉണ്ണി മൂന്നനും കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറി. ഇതിന്റെ ഇടയിൽ രാഷ്ട്രീയ മുതലെടുപ്പിനായി ചിലർ ഈ സംഭവം ഏറ്റെടുക്കുകയുണ്ടായി. അവർ ഉണ്ണി മൂന്നനെ സംഘി സ്റ്റാർ എന്നും സമാജം സ്റ്റാർ എന്നും വിളിച്ച് അധിക്ഷേപിക്കാൻ ആരംഭിച്ചു. അങ്ങനെ മാളികപ്പുറം എന്ന സിനിമ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയചിത്രങ്ങളിൽ ഒന്നായി മാറി. ഒരുപക്ഷെ മോഹൻലാലിന് ശേഷം ഇത്രയധികം ഹേറ്റ് ക്യാമ്പയിൻ ഏറ്റുവാങ്ങിയ മലയാള നടൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഉണ്ണി മുതന്റെ ഓരോ മൂവി റിലീസാകുമ്പോഴും ഡീഗ്രേഡ് ചെയ്യാനായി അവർ തക്കം പാത്തിരുന്നു. അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് 2024 ദ മോസ്റ്റ് വയലന്റ് മലയാളം മൂവി എന്ന ടാഗ്ലൈനിൽ വന്ന മാർക്കോ എന്ന ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു ബെഞ്ച് മാർക്കായി മാറി. അങ്ങനെ മലയാളവും തമിഴും തെലുങ്കും കടന്ന് ഒരു മലയാള സിനിമയ്ക്ക് അപ്രാപ്യമായ ഹിന്ദി ബെൽറ്റിലും മാർക്കോ എന്ന ചിത്രം വൻ വിജയം കരസ്ഥമാക്കി. ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ജീവിതത്തിൽ വിജയിക്കണമെന്ന ഉറച്ച തീരുമാനത്തിലൂടെയും അയാൾ ആഗ്രഹിച്ച ഉയരങ്ങളിൽ എത്തിയിരിക്കുന്നു. ഇത് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്.